ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മുതൽപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കും. യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ വചന കേൾവി മൂലം, വചനം നാം സ്വീകരിക്കുന്നത് മൂലം, ഈ ദൈവവചനം നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിത്യത്തെ ലക്ഷ്യമാക്കിയുള്ളതാകട്ടെ അനേകം കാര്യങ്ങൾ നേടിത്തരുന്നതാണ്. കർത്താവിന് സ്തോത്രം. വചനത്തിൻ്റെ ശക്തി. ആകാശമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആകാശമുണ്ടായി. കർത്താവിന് സ്തോത്രം. ഭൂമി ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. അങ്ങനെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി. നിങ്ങൾക്കറിയാമോ, ആദ്യം ദൈവം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതെ, നമ്മുടെ ജീവിതത്തിലും ആദ്യമുണ്ടാകേണ്ടത് വെളിച്ചമാണ്. ഒരു വെളിച്ചം. എന്താണ് വെളിച്ചം? ലൈറ്റ് ഇടുമ്പോൾ കിട്ടുന്ന വെളിച്ചമല്ല, ഒരാത്മീക പ്രകാശം, ഒരാത്മീക വെളിച്ചം. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക വെളിച്ചം വന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശിക്കും. നമ്മുടെ ഔദ്യോഗിക ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ദൈവവേലയോടനുബന്ധിച്ചുള്ള ജീവിതം, എല്ലായിടത്തും പ്രകാശം പരക്കും. വെളിച്ചമുണ്ടാകട്ടെ. ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ വെളിച്ചമുണ്ടായി. കർത്താവിന് സ്തോത്രം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ വെളിച്ചത്തെക്കുറിച്ച് ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ ഈ സത്യവെളിച്ചത്തിന് കഴിയും. ആ വെളിച്ചമത്രേ കർത്താവായ യേശുക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ, ചുറ്റുപാടും നോക്കിയാൽ, ഞാൻ ഇന്ന് പേപ്പർ വായിച്ചു. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ സൈനൈഡ് കൊടുത്ത് കൊന്നിട്ട് ആ ഭാര്യ ദുഃഖമായി അഭിനയിച്ചു. പിന്നീട് തിരിച്ചൊരു വിദേശ രാജ്യത്ത് എന്നിട്ട് കാമുകനുമായി സന്തോഷത്തോടെ ജീവിച്ച് അങ്ങ് തുടങ്ങുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. 23-24 വർഷത്തേക്ക് അവരെ രണ്ടുപേരെയും ജയിലിലാക്കിയെന്ന് ഞാൻ ഇന്ന് വായിച്ചു. എന്താണ് ഈ കേൾക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അവിശ്വസ്തതയുടെ കാലങ്ങൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ പോലും തയ്യാറാകുന്ന അത്രമാത്രം അന്ധകാരത്തിൻ്റെ വ്യാപാരം ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്തിന്? സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, സ്വന്തം മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കന്മാർ. എന്തിന്? വെറും നിസ്സാരം ഒരു പുഴുവിനെ പിടിച്ച് കൊല്ലുന്ന പോലെയല്ലേ ഇന്ന് മനുഷ്യനെ കൊല്ലുന്നത്? എൻ്റെ പ്രിയരെ, എല്ലാം ശാപമാണെന്നറിഞ്ഞുകൊള്ളുക. ദൈവം ഓരോ മനുഷ്യനും ഓരോ ജീവൻ കൊടുത്തിട്ടുണ്ട്, ഓരോ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ആ ആത്മാവിനെ കൊന്നുകളയുവാൻ, ആ ജീവിതം നശിപ്പിക്കുവാൻ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ആർക്കും അധികാരമില്ല, അവകാശമില്ല. ദൈവം കൊടുത്ത ജീവനാണ് ഓരോ മനുഷ്യനും. ദൈവം കൊടുത്ത ജീവൻ. മക്കൾ യഹോവ തരുന്ന ദാനവും ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലവുമാണെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. ഓരോ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം കൊടുക്കുന്ന അവകാശമാണത്. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. വിവാഹം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടോ, വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങളായി എന്നുള്ളതുകൊണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഒരു കുഞ്ഞ് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ കുഞ്ഞുങ്ങളായി പിറന്ന് വലിയവരായി വളർന്നു വന്ന ഓരോ മക്കൾക്കുണ്ട് മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ. എന്നാൽ അവരെയെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരാളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുക, അത് എത്രയോ ഹീനമാണ്, അത് എത്രയോ ശാപമാണ്. ഈ അടുത്ത കാലത്ത് നാം അമേരിക്കയിൽ നടന്ന സംഭവം വായിച്ചു. കർത്താവിന് സ്തോത്രം. ചാർലി ജെയിംസ് കിർക്ക്, അത്യന്തം ശ്രേഷ്ഠനായ ദേവദാസൻ. അനേകം പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തലങ്ങളും അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും നിറഞ്ഞ് യൗവനക്കാരുടെ മനം കവർന്ന ഒരു ധീരപുരുഷൻ. അദ്ദേഹം കോളേജ് ക്യാമ്പസിൽ തുടങ്ങിയ ഒരു പുതിയ സഞ്ചാര പരിപാടിയിൽ, ആദ്യത്തെ പരിപാടിയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നാൽ ചാർലി കിർക്ക് തുടങ്ങി വെച്ചതായ
ആ വലിയ സംരംഭം അത് തൻ്റെ പ്രിയ പത്നി എറിക്കക്ക് ഏറ്റെടുത്ത് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച ആ വെളിച്ചം, എൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച ആ വെളിച്ചത്തിൻ്റെ പദ്ധതി അത് ഞാൻ നിർത്തിക്കളയുകയില്ല. ഞാനത് കൂടുതൽ ശക്തിയോടെ ചെയ്യുമെന്ന്, ഐ വിൽ ബി സ്ട്രോങ്ങർ ദാൻ എവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശ്രേഷ്ഠ വനിത തൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച ആ വാക്കുകൾ അത് ഏറ്റെടുത്ത് ഇനിയും ബഹുദൂരം സഞ്ചരിക്കുവാൻ പുത്തൻ കാൽച്ചുവടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യപ്രകാശം. സഹോദരങ്ങളെ, നിങ്ങളിന്ന് അന്ധകാരത്തിൽ കിടക്കുകയാണോ? പാപത്തിൽ കിടക്കുകയാണോ? അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ അനേക പാപങ്ങൾ വന്നതുകൊണ്ട് ഇനി എനിക്ക് രക്ഷയില്ല, ഇത്രമാത്രം പാപങ്ങൾ സംഭവിച്ചില്ലേ, ഞാൻ കൊലപാതകം ചെയ്തു പോയില്ലേ, ഞാൻ വ്യഭിചാരം ചെയ്തു പോയില്ലേ, ഞാൻ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചു പോയില്ലേ, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചില്ലേ, അങ്ങനെ 100 പാപങ്ങൾ ജീവിതത്തിൽ വന്നതുകൊണ്ട് നിരാശയിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതേ സഹോദര, നിന്നെ പ്രകാശിപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അതേ മകളെ, നിന്നെയും പ്രകാശിപ്പിക്കുവാൻ ഈ സത്യവെളിച്ചമായ യേശുക്രിസ്തുവിന് കഴിയും. നാം എന്ത് ചെയ്യണം? ഈ നമ്മുടെ അന്ധകാരം നിറഞ്ഞ ജീവിതം സത്യപ്രകാശമാകുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വേറെ മറ്റൊന്നും ചെയ്യണ്ട. അതിന് പൈസ മുടക്കില്ല, വേറെ ചെലവില്ല. നാം യാത്ര ചെയ്യണ്ട, നാം പൈസ മുടക്കി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പോകേണ്ട. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് ഈ ജീവൻ്റെ വചനം വായിച്ച് സത്യമായ യേശുക്രിസ്തുവിനെ കണ്ടെത്തി ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഹൃദയത്തിലൊരു അന്ധകാരമുണ്ടെന്ന്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകും ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പാപം അന്ധകാരമാണ്. പൈശാചികൻ അന്ധകാരത്തിൻ്റെ പ്രതീകമാണ്. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടെങ്കിൽ ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരമുണ്ട്. എന്നാൽ ഈ അന്ധകാരം മാറ്റിത്തരാൻ യേശുക്രിസ്തുവിന് കഴിയും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ, മകനെ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ഹീനതകൾ വന്നെങ്കിലും നിന്നെയും പ്രകാശിപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. യേശു മാടി വിളിക്കുകയാണ്, മകനെ, നീ നിരാശപ്പെട്ടു പോകണ്ട, തളർന്നു പോകണ്ട. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്ത് തളരണ്ട. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ മാക്ബത്ത് എന്ന ആ ഒരു ഷേക്സ്പിയറിൻ്റെ ബുക്ക് പഠിക്കുവാനിടയായി. അതിൽ ഡങ്കൺ എന്ന രാജാവിനെ മാക്ബത്തും തൻ്റെ ഭാര്യ ലേഡി മാക്ബത്തും ചേർന്ന് കെണി ഒരുക്കി കൊലപ്പെടുത്തി രാജ്യ സിംഹാസനം അവർ കരസ്ഥമാക്കി. പക്ഷേ അധികം നാൾ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് കുറ്റബോധം വന്നു. ലേഡി മാക്ബത്ത്, അതിനെല്ലാം ചുക്കാൻ പിടിച്ച ലേഡി മാക്ബത്ത് പറയുകയാണ്, ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ മൈ ലിറ്റിൽ ഹാൻഡ്സ്. അവൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ രക്തം മണക്കുന്നു. അതേ പ്രിയരെ, പാപത്തിൻ്റെ കറ മണക്കും. പാപം ചെയ്താൽ അത് നമ്മെ തിരിഞ്ഞു കൊത്തും. പാപം ഒരു സർപ്പമാണ്. നാം പാപം ചെയ്താൽ നമ്മെ തിരിഞ്ഞു കൊത്തും. കുറ്റബോധമായി, പാപബോധമായി, നമുക്ക് നിരാശയായി പാപം തിരിഞ്ഞു കൊത്തും. ആ ലേഡി മാക്ബത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ചോര മണക്കുന്നു. ചോരക്കറയുണ്ട്, അല്ല ചോരക്കറയുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. എൻ്റെ കയ്യിൽ ചോരക്കറയുണ്ട്, ചോര മണക്കുന്നു. അവൾ പറഞ്ഞു, ഈ ചോരയുടെ മണം മാറ്റാൻ ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ മൈ ലിറ്റിൽ ഹാൻഡ്സ് എന്ന്. എന്നാൽ ഈ മാക്ബത്ത് പറയാണ്, എൻ്റെ കയ്യിൽ ചോരക്കറ തന്നെയുണ്ട്, മണം മാത്രമല്ല ചോരക്കറയുണ്ട്. അദ്ദേഹം പറയുന്നു, ഓൾ ദ നെപ്റ്റ്യൂൺസ് ഓഷ്യൻസ് വിൽ നോട്ട് ക്ലെൻസ് മൈ ലിറ്റിൽ ഹാൻഡ്സ്. എൻ്റെ പാപക്കറകൾ കഴിത്തരുവാൻ ഈ ലോകത്തുള്ള മുഴുവൻ ജലരാശികൾ വിചാരിച്ചാലും കഴിയില്ലെന്ന്. എൻ്റെ പ്രിയരെ, അങ്ങനെയാണോ നിങ്ങളുടെ അനുഭവം? എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ കഴുകിത്തരാൻ യേശുവിൻ്റെ രക്തമുണ്ട്. നിങ്ങളുടെ പാപക്കറകൾ മാറ്റിത്തരാൻ യേശുവിൻ്റെ രക്തമുണ്ട്. ആ രക്തമെന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തമാണ്. ആ രക്തം നിൻ്റെ പാപക്കറകളെ കഴുകും. അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനാകുന്നു. വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. 1 യോഹന്നാൻ 2:1. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അതേ പ്രിയരെ, ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചമുണ്ട്, അതാണ് യേശു. ഏതു മനുഷ്യൻ്റെയും പാപക്കറകൾ കഴിത്തരുന്ന ഒരു രക്തമുണ്ട്,
അതാണ് യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. ഏതു പാപവും ക്ഷമിച്ചു തരുന്ന ഒരു സ്നേഹനിധിയായ അപ്പൻ നമുക്കുണ്ട് സ്വർഗത്തിൽ. മക്കളെ, നിങ്ങൾ മറക്കല്ലേ, പ്രിയ യൗവനക്കാരാ, നീ മറക്കല്ലേ. നിന്റെ ജീവിതത്തിൽ കുറെ പാപങ്ങൾ സംഭവിച്ചു എന്ന് കരുതി നീ നിരാശയിലേക്ക് പോകല്ലേ. മകളെ, നിന്റെ ശരീരം അശുദ്ധിക്കും തിന്മയ്ക്കും വിട്ടുകൊടുത്തു എന്നോർത്ത് നീ ആത്മഹത്യയിൽ അഭയം കണ്ടെത്താൻ പോകല്ലേ. നീ നിൽക്കൂ, നിന്നെ കഴുകിത്തരാൻ ഒരു ബ്രാൻഡ് ന്യൂ പേഴ്സണാലിറ്റിയായി, ഒരു ബ്രാൻഡ് ന്യൂ സ്വഭാവം നിനക്ക് തരുവാൻ യേശു ജീവിക്കുന്നു. യേശു എല്ലാം കഴുകുന്നവനാണ്, യേശു എല്ലാം മറക്കുന്നവനാണ്, യേശു എല്ലാം പൊറുക്കുന്നവനാണ്. യേശു പ്രകാശത്തിൻ്റെ സൃഷ്ടാവാണ്. ഇവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതി, എന്താണ് എഴുതിയത്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതാണ് ഈ സത്യവെളിച്ചം? അതേ, കന്യകയുടെ ഉദരത്തിൽ ഉരുവായി, ഹല്ലേലൂയ, ഒന്ന് പെറ്റു വീഴാൻ പോലും സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിൽ പിറന്ന് കാലിക്കൂട്ടിൽ ജനിച്ച്, ഹല്ലേലൂയ, ഒരു തച്ചൻ്റെ മകനായി 30 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച്, എന്നാൽ അവസാനത്തെ 3.5 വർഷക്കാലം പരസ്യമായി ശുശ്രൂഷ ചെയ്ത് അനേക രോഗികളെ സൗഖ്യമാക്കി അനേകർക്ക് ആശ്വാസമായി നിന്ന യേശു, 33.5 വയസ്സിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു, 3-ാം നാൾ ഉയർത്തെഴുന്ന യേശു, സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി തന്റെ തിരുരക്തം കാണിച്ചുകൊണ്ട് മധ്യസ്ഥ വഹിക്കുന്ന യേശു. മകനെയായ യേശു നിന്നെ സ്നേഹിക്കുന്നു, മകളെ നിന്നെ സ്നേഹിക്കുന്നു. ആ യേശു നിന്റെ കഴിഞ്ഞ കാലങ്ങൾ ക്ഷമിച്ചു തരും, ആ യേശു നിന്റെ പാപക്കറകൾ ക്ഷമിച്ചു തരും. മകനെ, നിന്റെ അന്ധകാരമുള്ള ഹൃദയത്തിൽ സത്യപ്രകാശമായി യേശു വന്ന് ഉദിക്കും. അതിന് താല്പര്യമെങ്കിൽ, യേശുവേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു. നാഥ, എൻ്റെ കറ പറ്റിയ ജീവിതം ഞാൻ അങ്ങേക്ക് തരുന്നു. എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ അന്ധകാരം മാറ്റി എനിക്ക് പ്രകാശം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങളെ പ്രകാശമുള്ളവരാക്കും, പ്രകാശത്തിൻ്റെ സാക്ഷികളാക്കും. അതിനിടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, താഴെ കാണുന്ന ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് നമ്പറിലോ പ്രെയർ ഡെസ്ക് നമ്പറിലോ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാനും പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിന് നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.